കയറി കേട്ടാ. Beria Malashna Beria Malashna phone Sana
കിസാൻ കോൺഗ്രസിന്റെ അഭിവാദ്യങ്ങൾ നമ്മൾ സ്വീകരിച്ചിരിക്കുന്നു. അഭിവാദ്യം അർപ്പിക്കുന്നു. അഭിവാദ്യം അർപ്പിച്ചു കൽപ്പവാണിയുടെ നേതൃത്വത്തിലാണ് അഭിവാദ്യം നടന്നിരിക്കുന്നത്. ജില്ലാ പ്രസിഡന്റ് അല്ലടക്കം സ്റ്റേറ്റ് ബോർഡ് എല്ലാവർക്കും തിരിച്ചു അഭിവാദ്യം അർപ്പിക്കുന്നു. എല്ലാവരും അഭിവാദ്യം അർപ്പിച്ചവർക്ക് തിരിഞ്ഞു പോകാൻ എന്നുകൂടി അഭ്യർത്ഥിക്കുന്നു. സാമൂഹ്യ അകലം പാലിച്ച് എല്ലാവരും തിരിഞ്ഞു പോകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ആരും ഷോൾ ഇവിടെ കൊണ്ടുവന്ന് ഷോൾ ഇടേണ്ടതില്ല എന്നാണ് തീരുമാനിച്ചിട്ടുള്ളത്. അത് ദയവായി എല്ലാവരും പാലിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. എല്ലാവരും പ്രോട്ടോകോൾ അനുസരിച്ച് എല്ലാവരും ഈ കയറിനകത്ത് ആരും നിൽക്കരുത്. ദയവ് ചെയ്താൽ പുറത്തേക്ക് പോയി അഭിവാദ്യം അർപ്പിക്കാൻ വന്ന മറ്റു സംഘടനകളും വന്ന് അഭിവാദ്യം അർപ്പിച്ച കയറിന്റെ പുറത്ത് നിന്ന ആ കയറിന്റെ പുറത്ത് നിന്ന് അഭിവാദ്യം അർപ്പിക്കും. ഇതിനകത്ത് ടെൻഷൻ ഉണ്ടാക്കുന്നു. അതുപോലെ ഈ ഗ്രൗണ്ടിൽ നിൽക്കുന്നവർ സാമൂഹ്യ അകലം പാലിച്ച് നിൽക്കണം. ദയവ് ചെയ്ത് ഇവിടെ നിൽക്കുന്നവർ അകലം പാലിച്ച് നിൽക്കണം എന്ന വേണ്ടിയിട്ടാണ്. ആ വാതിലിലും എല്ലാവരും കൂടി നിൽക്കുന്നത് സാമൂഹ്യ അകലം പാലിച്ച് നിൽക്കണമെന്ന് പഠിക്കുന്നു. നിങ്ങൾ അഭിസംബോധന സംസാരിക്കുവാൻ പോലീസിന്റെ പ്രസിഡന്റ് ശ്രീ കെ മുരളീധരൻ MP അവരുടെ ആദരവ് ക്ഷണിക്കുന്നു. പ്രസിഡന്റിന്റെ വർത്തമാനം കഴിഞ്ഞിട്ട് ശ്രീ മുരളീധരൻ MP സംസാരിക്കുന്നു. കാസർഗോഡ് പെരിയയിലെ 2 യുവ കോൺഗ്രസുകാർ ത്രിവേഷൻ ശങ്കരാലും നിഷ്ഠൂരമായി വധിക്കപ്പെട്ട ശേഷം ആ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരള ഗവൺമെന്റ് പോലീസിന്റെ അന്വേഷണത്തിൽ ഇടപെട്ടുകൊണ്ട് അത് അട്ടിമറിക്കുകയായിരുന്നു. അവസാനം ആ നിരാലംബമായ കുടുംബത്തിലെ കുട്ടികളുടെ രക്ഷിതാക്കന്മാർ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയെ സമീപിച്ചുകൊണ്ട് ഈ കേസ് സത്യസന്ധവും നീതിപൂർവമായ അന്വേഷണത്തിന് വിധേയമാക്കണം, അതുകൊണ്ട് സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ ഈ കേസ് വിട്ടുകൊടുക്കണമെന്നാണ് അവർ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ അഭ്യർത്ഥിച്ചത്. ആ അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിലെ സിംഗിൾ ബെഞ്ച് അനുകൂലമായിട്ട് വിധി പ്രഖ്യാപിക്കുകയും CBIക്ക് കേസ് ഏൽപ്പിച്ചു കൊടുക്കണമെന്ന് തീരുമാനിക്കുകയും ചെയ്തു. എന്നാൽ കേരള ഗവൺമെന്റ് ലക്ഷങ്ങൾ ചെലവഴിച്ചുകൊണ്ടാണ് അഭിഭാഷകന്മാരെ കൊണ്ടുവന്ന കേസ് വാദിച്ച് ആ കേസ് അന്വേഷണം തടസ്സപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചത്. എല്ലാ കേസുകളും ഈ അക്രമ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെ സ്ഥിതി ഇത് തന്നെയാണ് കേരള സംസ്ഥാനത്തുള്ളത്. എന്നാൽ അതിൽ തത്വത്തിന് വ്യത്യസ്തമായി ഈ കേസ് CBIക്ക് വിടാനുള്ള കേരള ഹൈക്കോടതിയുടെ തീരുമാനത്തെ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി സ്വാഗതം ചെയ്തു. ഹൈക്കോടതിയുടെ സംയോജിതമായ ഇടപെടൽ കൊണ്ടാണ് നീതി നിഷേധിക്കപ്പെട്ട കുടുംബത്തിന് നീതി ലഭിക്കുമെന്ന വിശ്വാസത്തോടുകൂടി തന്നെ സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷന് കേസ് കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചത്. കണ്ണൂരിലും പരിസര പ്രദേശത്തും കഴിഞ്ഞ അരനൂറ്റാണ്ട് കാലമായി നടത്തപ്പെടുന്ന നിഷ്ഠൂരമായ രാഷ്ട്രീയ കൊലപാതകങ്ങൾ, ആ കൊലപാതകങ്ങളുടെയൊക്കെ സൂത്രധാരന്മാർ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയും കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഉന്നത നേതാക്കന്മാരുമാണ്. നമ്മുടെ കേരളം ഭരിച്ച മുഖ്യമന്ത്രി അദ്ദേഹം പാർട്ടിയുടെ സെക്രട്ടറിയായ കാലത്താണ് കണ്ണൂരിൽ ഏറ്റവും അധികം രാഷ്ട്രീയ കൊലപാതകങ്ങൾ നടന്നത് എന്നത് ചരിത്ര സത്യമാണ്. അദ്ദേഹമാകട്ടെ ഒരു കൊലപാതക കേസിൽ പ്രതിയുമായിരുന്നു. ആ മുഖ്യമന്ത്രി കേരളം ഭരിക്കുമ്പോൾ ഒരിക്കൽ പോലും ഈ രാജ്യത്ത് ഇരകൾക്ക് നീതി ലഭിക്കുകയില്ല എന്ന കാര്യം പരസ്യമായിട്ട് അംഗീകരിക്കപ്പെട്ടതാണ്. ഏതായാലും ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ ഈ സുപ്രധാനമായ വിധി കേരളത്തിലെ സമാധാനം കാക്ഷിക്കുന്ന മുഴുവൻ ആളുകൾക്കും
വളരെ ആശ്വാസം നൽകിയ ഒരു വിധിയായിട്ട് ഞാൻ നോക്കിക്കാണുകയാണ്. 4 കേസുകൾ ഇതിനകം രാഷ്ട്രീയ കൊലപാതകവുമായി ബന്ധപ്പെട്ടുകൊണ്ട് CBI അന്വേഷിക്കുന്നുണ്ട്. നിഷ്പക്ഷമായ അന്വേഷണം നടത്തി കഴിഞ്ഞാൽ ഈ 4 കേസുകളിലെയും പ്രതികൾ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഉന്നത നേതാക്കന്മാരാണ് എന്ന് കണ്ടെത്താൻ സാധിക്കും. ഒരു കാര്യം കൂടി ഞാൻ ഈ സന്ദർഭത്തിൽ പറയുന്നു. TP ചന്ദ്രശേഖരന്റെ നിഷ്ഠൂരമായ വധം, ആ വധവും CBIക്ക് വിടണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ പ്രിയ പത്നി കേരള ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും കേരള ഹൈക്കോടതി കാര്യങ്ങളെല്ലാം തന്നെ അന്വേഷിച്ചുകൊണ്ട് CBI നിഷ്പക്ഷമായിട്ട് അന്വേഷിച്ചാൽ മാത്രമേ യഥാർത്ഥ കുറ്റവാളികളായിട്ടുള്ള CPM ഉന്നത നേതാക്കന്മാരെ നിയമത്തിൽ കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ. ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി കേരളത്തിന്റെ പൊതുവികാരം മാനിച്ചുകൊണ്ട് അനുകൂലമായി തീരുമാനിക്കുമെന്ന് തന്നെയാണ് കേരളം വിശ്വസിക്കുന്നത്. ഈ ഒരു വിധിയെ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി സ്വാഗതം ചെയ്യുന്നു. കേരളത്തിലെ മുഴുവൻ ജനങ്ങളുടെയും വികാരമായിട്ടാണ് ഞാൻ ഇതിനെ നോക്കിക്കാണാൻ ആഗ്രഹിക്കുന്നത്. ശ്രീ കെ മുരളീധരൻ. പ്രിയപ്പെട്ട ഈ സമരത്തിന് നേതൃത്വം നൽകുന്ന PCC അധ്യക്ഷൻ ശ്രീ മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഉൾപ്പെടെ ഈ ചടങ്ങിൽ സംബന്ധിക്കുന്ന പ്രിയപ്പെട്ട നേതാക്കന്മാരെ, സഹപ്രവർത്തകരെ, മാധ്യമ സുഹൃത്തുക്കളെ, ഉദ്ഘാടന പ്രസംഗത്തിൽ പ്രതിപക്ഷ നേതാവ് സൂചിപ്പിച്ചതുപോലെ നിയമസഭയ്ക്ക് അകത്തും പുറത്തും നടക്കുന്ന സംസ്ഥാന സർക്കാരിനെതിരായി നടത്തുന്ന സംസ്ഥാന സർക്കാരിൻ്റെ ജനവിരുദ്ധ നയങ്ങളുടെ ഭാഗമായി സർക്കാരിനെതിരായിട്ടുള്ള പോരാട്ടത്തിൻ്റെ ഭാഗമാണ് ഇന്ന് നടത്തുന്ന ഈ ഉപവാസം. ഇന്നലെ നിയമസഭയിൽ UDF കൊണ്ടുവന്ന വിശ്വാസപ്രമേയം. ഇവിടെ ഞാൻ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. ഈ കൊറോണ അടുത്ത നിയമസഭ ഇലക്ഷൻ വരെ മാറരുത് എന്ന് ആഗ്രഹിക്കുന്ന ഒരാളെ ശ്രീ പിണറായി വിജയൻ. കാരണം കൊറോണയുടെ മറവിൽ ഒരു ഭാഗത്ത് തീവട്ടി പോകണം. ഭരണകക്ഷിക്ക് മാത്രം പ്രോട്ടോകോൾ ബാധകം, പ്രതിപക്ഷത്തിന് മാത്രമാണ് കോവിഡ് പ്രോട്ടോകോൾ. ഇന്നലെ നിയമസഭയിൽ പ്രതിപക്ഷ നേതാവ് 20 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും പറഞ്ഞു വേഗം നിർത്തണം, അല്ലെങ്കിൽ കൊറോണ വരും. മുഖ്യമന്ത്രി 3.25 മണിക്കൂർ പ്രസംഗിച്ചപ്പോൾ കൊറോണ ഇല്ല. അമ്പലത്തിലും പള്ളിയിലും പ്രാർത്ഥിക്കാൻ ചെന്നാൽ പറയും പ്രാർത്ഥിക്കരുത്, കൊറോണ വരും. ഷാപ്പിൽ ചെന്നിട്ട് 2 വീശാൻ ചെന്നാൽ പറയും ഒരു കുഴപ്പമില്ല, കൊറോണ വരുന്നു. അപ്പൊ സ്വന്തം ഇഷ്ടാനിഷ്ടങ്ങൾക്കനുസരിച്ച് കൊറോണ പ്രോട്ടോകോളിനെ പോലും രാഷ്ട്രീയവൽക്കരിക്കുന്ന സർക്കാരാണ് പിണറായി വിജയന്റെ സർക്കാർ. ഇതിലൂടെ KPC പ്രസിഡന്റ് പറഞ്ഞ ഒരു കാര്യത്തിനോട് മാത്രമേ എനിക്ക് യോജിക്കുള്ളൂ. അതായത് അദ്ദേഹത്തിന്റെ മടിയിൽ കനമുണ്ടെന്നോ. മടിയിൽ ഇപ്പൊ കനമില്ല, എന്താ അറിയോ? അതൊക്കെ ഈ സ്വപ്നയുടെയും ശിവശങ്കറിന്റെയും ജോയിന്റ് ലോക്കറിൽ വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് മടിയിൽ കനമില്ല. ലോക്കറിൻ്റെ അകത്ത് ബദലായിട്ട് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ഞാൻ ഇന്നലെ അദ്ദേഹത്തിന്റെ മറുപടി പ്രസംഗത്തിന്റെ കുറെ ഭാഗങ്ങൾ വെച്ചു. അങ്ങനെ യാത്രയിലായിരുന്നു ചെയ്യുന്നത്. ഇവിടെ യൂട്യൂബില് ഞാൻ അദ്ദേഹത്തിന്റെ പ്രസംഗം ഇങ്ങനെ കല്ല് വെച്ചതാണ്. അദ്ദേഹം പറയാണ് 84-ൽ വെറും 2 അംഗങ്ങൾ ഉണ്ടായിരുന്ന BJP ഇന്നത്തെ അവസ്ഥയിൽ എത്തിച്ചത് കോൺഗ്രസ്. KPC പ്രസിഡന്റും ഞാനും ഇന്ന് ഈ ഉപവാസം ഉദ്ഘാടനം ചെയ്ത പ്രതിപക്ഷ നേതാവ് ഞങ്ങൾ 3 പേര് MP-മാരായിരുന്നപ്പോഴാണ് 9ാം ലോകസഭയിൽ VP സിംഗിന്റെ സർക്കാർ ഇതേ മാർക്സിസ്റ്റുകാരനും BJP-കാരനും ചേർന്ന് പിന്താങ്ങി അദ്ദേഹം ഗവൺമെന്റ് ഉണ്ടാക്കി. അതിന്റെ കുറ്റം കോൺഗ്രസിനാണ്. കോൺഗ്രസിന്റെ അന്തകന്മാരെ കോൺഗ്രസ് സൃഷ്ടിക്കും. പിന്നെ അഴിമതിയെ കുറിച്ചൊന്നല്ല പറഞ്ഞത്, ലാറ്റിൻ അമേരിക്കയിലെ കാര്യം, കിഴക്കൻ യൂറോപ്പിലുണ്ടായ സംഭവവികാസങ്ങൾ, ഇതൊക്കെയാണോ ഒരു നിയമസഭയിൽ അഴിമതിക്ക് നൽകുന്ന മറുപടി എന്ന് പറയുന്നത്? സത്യത്തിൽ ഈ ആന്റിജൻ പരിശോധന പോലെ
സമനില തെറ്റുന്നതിന്റെ ഒരു പരിശോധന ഇമ്മീഡിയറ്റ് ആയിട്ട് നടത്തുകയാണ്. അത് മുഖ്യമന്ത്രിക്കും അദ്ദേഹത്തിന്റെ ചില മന്ത്രിമാരെയും ആദ്യമായിട്ട് ഇതിന് വിധേയമാക്കണം എന്നാണ് ഞാൻ പറഞ്ഞത്. അത് എന്നാൽ സമനില തെറ്റി പറഞ്ഞ കാര്യം ഈ അദ്ദേഹത്തിന്റെ സഹമന്ത്രിമാരുടെ അവസ്ഥ എന്താ? നമ്മുടെ മഹാകവി സുധാകരൻ പറയുകയാണ്, ഇപ്പോൾ സെക്രട്ടേറിയറ്റിൽ നിന്നും സുഗന്ധമാണ് വരുന്നത്. പൂർണ്ണമായും ചളിയിൽ മുങ്ങിയ ഒരാൾ പറയാണ് എന്റെ ശരീരത്തിൽ നിന്ന് അത്തറിന്റെ അഴിമതിയിൽ മുങ്ങി കുളിച്ച് നാറുന്ന ഒരു സർക്കാരിൽ നിന്ന് സുഗന്ധം വരുന്നു സുധാകരൻ പറഞ്ഞു. മന്ത്രി AK ബാലൻ പറയാണ്, നിങ്ങൾ കാശ് കൊടുത്തോ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക്? എന്തിനാ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കാശ് കൊടുക്കുന്നതിനാ? നേരത്തെ KPC അധ്യക്ഷൻ പറഞ്ഞല്ലോ, ശരത്ലാലിനെയും കൃപേഷിനെയും ഒക്കെ കൊന്ന കൊലയാളികൾക്ക് ഒരു വക്കീൽമാരെ വെക്കാൻ സർക്കാരിന്റെ ഫീസ് കൊടുക്കാനാണോ നമ്മൾ ദുരിതാശ്വാസ നിധിയിലേക്ക് കാശ് കൊടുക്കുന്നത്? CPM-ന്റെ മലയാളികളായിരുന്ന ആളുകൾക്ക് രോഗം വന്നതെന്ന് പറഞ്ഞ് അവർക്ക് കാശ് കൊടുക്കുന്നതിനാണോ ദുരിതാശ്വാസ നിധിയിലേക്ക് കാശ് കൊടുക്കുക? അതുകൊണ്ട് തന്നെ ഞങ്ങൾ വഴി തരില്ല. എന്നാൽ പിന്നെ ഗവൺമെന്റിനെ വിമർശിക്കണമെങ്കിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കാശ് കൊടുക്കണമെന്ന് പറയുന്നതിനേക്കാളും നല്ലത് ഒരു ഭണ്ഡാരപ്പെട്ടി വെച്ചുകൂടെ സെക്രട്ടേറിയറ്റ് മുമ്പിൽ? ഗവൺമെന്റ് വിമർശിക്കണം എന്നുള്ളവർ ഈ പെട്ടിക്ക് കാശ് കൊടുക്കുക. ഇത്രയും ദാരിദ്ര്യം ഇങ്ങനെയും പറയുന്ന മന്ത്രിമാരുണ്ട്. അതാ ഞാൻ പറഞ്ഞത്, ഇവരെയൊക്കെ മാനസികതയെ പരിശോധിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവണം എന്ന് പറയാൻ കാരണം ആരോഗ്യമന്ത്രി പറഞ്ഞ എന്താ? ആരോഗ്യമന്ത്രി പറഞ്ഞത് ഇപ്പൊ 1500 2000 റിപ്പോർട്ട് ചെയ്തിട്ട് കുഴപ്പമൊന്നും, കാരണം 10,000 റിപ്പോർട്ട് ചെയ്യും. ചിലപ്പോൾ ഒരു ദിവസം 1000 പേര് മരിച്ചു ഇരിക്കും, എന്നാലും കുഴപ്പമില്ല, എല്ലാ പ്രിക്കോഷനും ഗവൺമെന്റ് എടുത്തു. മാത്രമല്ല ബാക്കി കാര്യങ്ങളിൽ സർക്കാർ ഒപ്പമുണ്ട്. ഇത് ശ്മശാനത്തിൽ കൊണ്ടുപോകുമ്പോൾ കോവിഡ് ബാധിച്ച് മരിച്ചു കഴിഞ്ഞാൽ ബന്ധുക്കൾക്ക് കൂടെ പോകാൻ ഓർത്തിയില്ല, അപ്പൊ സർക്കാർ ഒപ്പമുണ്ട് ശ്മശാനത്തിലേക്ക്. എന്നിട്ടാണ് ഒരു നാണവും കൂടാതെ അവിശ്വാസ പ്രമേയത്തിന്റെ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് പ്രതിപക്ഷത്തിന് നേരെ വൃത്തികെട്ട ഭാഷ, ഞാൻ അത് തന്നെ പറയുന്നത്, വൃത്തികെട്ട ഭാഷ. ഞങ്ങൾക്കറിയാം ഇത് കൊണ്ടുവന്നാലും പാസ്സാവില്ല എന്നറിയാം, കാരണം നമ്പർ അത്രയേ ഉള്ളൂ. പക്ഷെ ജനകീയ കോടതിയിൽ വിചാരണ ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തിൽ തന്നെയാണ് പ്രതിപക്ഷം അവിശ്വാസം കൊണ്ടുവന്നത്. അത് വിജയിച്ചു എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. ബാക്കി കാര്യങ്ങൾ പഞ്ചായത്തിലും നിയമസഭാ ഇലക്ഷൻ നടക്കുമ്പോൾ പിണറായിക്ക് കാര്യങ്ങൾ മനസ്സിലാവും. അത് ഞാൻ പറയും. അതുകൊണ്ട് ഈ സർക്കാർ നടത്തുന്ന ജനവിരുദ്ധ നയങ്ങൾ അത് തുറന്ന് കാണിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകും. പിന്നെ മുഖ്യമന്ത്രിയെ കുറിച്ച് പറഞ്ഞല്ലേ, ഞാൻ ചോദിക്കട്ടെ, പണ്ടൊരു ചൊല്ലുണ്ട്, എരണം കെട്ടവൻ നാട് ഭരിച്ചാൽ നാട് മുസ്ലിം. ഒരൊറ്റ ഓണം നമ്മൾ മര്യാദയ്ക്ക് ആഘോഷിച്ചിട്ടുണ്ടോ 2016 മുതൽ? ഞാൻ ഓർക്കാൻ 2016 ആഗസ്റ്റ് 15 ഇവിടെ കൊടി വെക്കിയപ്പോൾ ഞാൻ തലസ്ഥാനത്തിന്റെ MLA ആണ്, ഞാനും ഉണ്ട് അവിടെ. ആദ്യത്തെ കൊടി വെക്കല മുഖ്യമന്ത്രി വരുമ്പോ നല്ല മൈക്കിന്റെ മുമ്പിൽ വരലും എവിടുന്നാണെന്നറിയില്ല മഴ. പ്രിന്റ് ചെയ്ത് കൊണ്ടുവന്ന പ്രസംഗത്തിന്റെ ആദ്യ 2 വരി വായിച്ചിട്ട് പറഞ്ഞ് ബാക്കി വായിച്ചതായിട്ട് കണക്കാക്കും. അന്ന് മുതൽ ഇന്ന് വരെ മര്യാദയ്ക്ക് കൊടി പൊക്കി. അവസാനം കഴിഞ്ഞ ആഗസ്റ്റ് 15 കൊടി പൊക്കാനും പറ്റി. സംസാരിക്കാൻ സ്പേസ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇവിടെ ചില മാധ്യമങ്ങളിൽ നേരെ റിപ്പോർട്ട് കണ്ടു, 992 ആക്സിഡന്റിനെ തുടർന്ന് കെ കരുണാകരൻ കൊടി പൊക്കിയില്ല. തെറ്റാണ്. 92 ആഗസ്റ്റ് 15 കൊടി പൊക്കിയത് കെ കരുണാകരൻ തന്നെ. 10 ദിവസം മുമ്പ് അദ്ദേഹം അമേരിക്കയിൽ നിന്ന് വന്ന് അദ്ദേഹത്തിന്റെ കൊടി പൊക്കി. കൊടി പൊക്കാതിരുന്ന 2 സന്ദർഭത്തിലാണ് 73-ലും 75-ലും അന്ന് മുഖ്യമന്ത്രിയായിരുന്ന ശ്രീമാൻ C. അച്യുതമേനോൻ ചികിത്സയ്ക്ക് സോവിയറ്റ് യൂണിയനിൽ പോയപ്പോ അന്ന് അദ്ദേഹത്തിന് പകരം അന്ന് ആഭ്യന്തരമന്ത്രിയായിരുന്ന കെ കരുണാകരനാണ് കൊടി പൊക്കിയത്. മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ കേരളത്തിന്റെ അകത്തുണ്ടായിട്ടും കൊടി വെക്കാൻ കഴിയാത്ത മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇവിടെ ഞാൻ ചോദിക്കട്ടെ, പ്രതിപക്ഷമാണോ ഇതിന്റെ ഉത്തരവാദി? കോവിഡ് വരട്ടെ, പ്രതിപക്ഷമാണല്ലോ പറയുന്നത്. മലപ്പുറം കലക്ടർ അദ്ദേഹത്തിന് കോവിഡ് വന്ന പ്രതിപക്ഷക്കാരനാണ്.
മലപ്പുറം SP-ക്ക് കോവിഡ് വന്ന പ്രതിപക്ഷം കാരണമാണ്. അവർ രണ്ടുപേരായിട്ട് സമ്പർക്കം പുലർത്തിയോണ്ടല്ലേ പിണറായിക്ക് ക്വാറന്റൈനിൽ പോകേണ്ടി വന്നു. അങ്ങനെയല്ലേ കൊടി പൊക്കാൻ കഴിയാതെ. ഒരു കൊടി പൊക്കിയ മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ ഇന്നലെ ഒരു ചാനലിനോട് പറയുകയാണ്, ഇവിടെ ചില പ്രതിപക്ഷങ്ങൾ കോവിഡ് പരത്താൻ ശ്രമിച്ചു. ഒരു ജനപ്രതിനിധി പറഞ്ഞു 30 ഡിഗ്രിയിൽ ചൂടുണ്ടെങ്കിൽ കൊറോണയുടെ വൈറസ് എത്തുപോകും. പറഞ്ഞപ്പോ ആരെ കുറിച്ചാണ് എനിക്ക് മനസ്സിലായി. ഞാൻ തിരിച്ചു വയ്ക്കട്ടെ, അദ്ദേഹത്തിന്റെ മകന് കോവിഡ് വന്ന പ്രതിപക്ഷം കാരണം. പ്രതിപക്ഷം കോവിഡ് വരുത്തിയെന്ന് പറയുന്ന മന്ത്രിയുടെ മകനെങ്ങനെ കോവിഡ് വന്നു? അത് കോവിഡിന്റെ രാഷ്ട്രീയമൊന്നുമില്ല, അതുകൊണ്ട് വന്നു അത്ര തന്നെ. അതിന് പ്രതിപക്ഷത്തിനല്ല പറയേണ്ടത്, അവനവന്റെ കഴിവുകൾ എന്താണെന്ന് സ്വയം മനസ്സിലാക്കും. മുഖ്യമന്ത്രി എവിടെ തൊടുന്നോ അവിടെ നാശം. അതാ ഞാൻ പറഞ്ഞത്, മര്യാദയ്ക്ക് ഓണാഘോഷിച്ചിട്ടില്ല. ശബരിമലയിൽ പോയതിനു ശേഷം ശബരിമലയിൽ ആർക്കും പോകാൻ കഴിയുന്നില്ല. പെരുന്നാളിൻ്റെ അന്ന് പള്ളിയിൽ പോയി പ്രാർത്ഥിക്കാൻ വിശ്വാസികൾക്ക് കഴിയുന്നില്ല. വള്ളംകളിയില്ല, ആഘോഷങ്ങളില്ല, മഹാവേലി ഇല്ല, വാവനില്ല, ഓണക്കോട്ടനില്ല. ഇങ്ങനെ അവസ്ഥ ഉണ്ടായിട്ടുണ്ടോ? എല്ലാം വീടിന്റെ അകത്തിരുന്നിട്ടാണ് ഇപ്പോൾ. ഓണവും ക്രിസ്മസും ബക്രീദും എല്ലാം വീടിന്റെ അകത്തിരുന്ന് ആഘോഷിക്കേണ്ട സ്ഥിതി. ഇനി അത് ആഘോഷിക്കണമെങ്കിൽ ഇയാളെ കസാലയിൽ നിന്ന് ഇറങ്ങി. അതാണ് ഞാൻ പറഞ്ഞത്, അടുത്ത ഓണം നമുക്ക് നന്നായിട്ട് ആഘോഷിക്കാം. അടുത്ത ഓണം UDF വരും. എല്ലാവരും നല്ല രീതിയിൽ മഹാബലി നാട് വാണിരുന്ന കാലത്തെ പോലെ ഗംഭീരമായിട്ട് നമുക്ക് അടുത്ത വർഷം ആഘോഷിക്കാൻ കഴിയും. അപ്പോഴേക്ക് ഈ കൊറോണ അത് തന്നെ എന്തൊക്കെ രോഗങ്ങളാണ്. നിപ, എന്റെ നിയോജകത്തിന്റെ പല ഭാഗങ്ങളിലും വന്ന രോഗം നിപ. അത് പറയുന്നത് വവ്വാല് വരുത്തിയതാണ്. എന്നാൽ വവ്വാല് മുമ്പ് നമ്മൾ ഭരിച്ച കാലത്ത് ഉണ്ടായിട്ടില്ലേ കേരളത്തിൽ? അപ്പൊ വവ്വാല് മാത്രം എന്താണ് ഈ പിണറായി ഭരിക്കുമ്പോ മാത്രം നിപ വരുത്തിയതിന്റെ കാരണം എന്താ? കൊറോണ വന്നത് പിണറായി ഭരിക്കുമ്പോ. പ്രളയം, കേരളീയരായിട്ടുള്ള നമ്മൾ ഇതിനു മുമ്പ് ഒരു പ്രളയം കണ്ടു. മുങ്ങാൻ വല്ലതും ബാക്കിയുണ്ടായോ കേരളത്തില്? എന്നാ ഒരു പ്രളയം കൊണ്ട് തീർന്നോ? രണ്ടാമതും പ്രളയം, മൂന്നാമത് ഏതാണ്ട് അടുത്ത് വരെ എത്തി. പ്രകൃതിക്ക് പോലും ഈ സർക്കാരിനെ വേണ്ട. പിന്നെ കൊലയും കൊലപാതകം, എത്ര ഉദാഹരണം. TP ചന്ദ്രശേഖരന്റെ മുതൽ കൃപേഷൻ ശരത്ലാലും ഷുഹൈബ് ഉൾപ്പെടെയുള്ള എത്ര പേരെ കൊന്നു. ആ കൊന്നു തല്ലിയവർക്ക് വേണ്ടി കേസ് വാദിക്കാൻ സർക്കാർ ചെലവിൽ വക്കീലിനെ കൊണ്ടുവന്നു. സ്വപ്ന അഴിഞ്ഞാടി. മിനിഞ്ഞാന്നാണ് ഇന്നലെയാണ് അല്ല ജനയുഗം പത്രത്തിൽ വാർത്ത വന്നു. ഇന്നലെ അതിന് പറഞ്ഞെന്താ അറിയും, ശിവശങ്കറും സ്വപ്നയും കൂടെ ഭീകര സംഘടനകളുമായി ബന്ധം പുലർത്തും. എഴുന്നാര ഭീഷണല്ല, ചന്ദ്രികയല്ല, ജനയുഗം പത്രമാണ് എഴുതുന്നത്. അതിന്റെ അർത്ഥം സ്വന്തം ഓഫീസിൽ ഇരുന്ന് രാജ്യദ്രോഹ പ്രവർത്തനം സ്വന്തം സെക്രട്ടറി നടത്തിയപ്പോ അത് കണ്ടുപിടിക്കാൻ കഴിയാത്ത മുഖ്യമന്ത്രി ആ കസാരയിൽ നിന്ന് ഇറങ്ങി പോകണമെന്ന് പറഞ്ഞ് തെറ്റാണ്. ഭരണകക്ഷിക്കാരോ രണ്ടാമത്തെ കക്ഷിയുടെ മുഖപത്രം പറയുന്നു അന്താരാഷ്ട്രത്തിൽ ഗൂഢാലോചന നടത്തി, രാജ്യവിരുദ്ധ പ്രവർത്തനം നടത്തി. ആര് നടത്തിയപ്പോ ശിവശങ്കറിന്റെ പോസ്റ്റ് എന്താ? IT സെക്രട്ടറി മാത്രമല്ല, മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയാണ്. ഇങ്ങനെയൊക്കെ തോന്നിവാസം കാണിച്ച ഒരു മുഖ്യമന്ത്രിക്കെതിരെ അവിശ്വാസം കൊണ്ടുവന്നതിന് ഞാൻ എനിക്കെന്താ അത്ഭുതം തന്നെ. അധികം അവിശ്വാസം കൊണ്ടുവന്നതിന് പ്രതിപക്ഷത്തിന് വിമർശിക്കും. ഞാൻ ഓർക്കുന്നു 970 മുതൽ 77 വരെ അന്ന് പിണറായി നിയമസഭാംഗമായിരുന്നല്ലോ. അദ്ദേഹം പ്രതിപക്ഷത്തിരുന്നല്ലേ. CH മേനോൻ മുഖ്യമന്ത്രിയും K കരുണാകരൻ ആഭ്യന്തരമന്ത്രിയുമായിട്ട് സർക്കാരിനെതിരെ 6 മാസം കൂടുമ്പോൾ അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നവരാണ് മാർക്സിസ്റ്റ് പാർട്ടി. അത് പിണറായി മറന്നുപോയോ? ഞാൻ തന്നെ എത്രയോ ചർച്ചകൾ ഗാലറിയിൽ നിന്ന് കേട്ടിട്ടെന്ന്.
ബാലാനന്ദൻ ഉൾപ്പെടെ CVC ഉൾപ്പെടെ എത്ര മാർക്സിസ്റ്റ് പാർട്ടി MLA-മാരാണ് 6 മാസം കൂടുന്ന പ്രമേയം കൊണ്ടുവന്നു. ഇത് ഇത്രയൊക്കെ തോന്നി മാസം ചെയ്തിട്ടും 4 കൊല്ലത്തിനിടയിൽ ആകെ ഒരു അവിശ്വാസം കൊണ്ടുവന്ന പ്രതിപക്ഷത്തെ വിമർശിക്കുമ്പോ 6 മാസം കൂടുമ്പോൾ അവിശ്വാസം കൊണ്ടുവന്ന ചരിത്രം മാർക്സിസ്റ്റ് പാർട്ടി മറന്നുപോയോ? എന്തിനു കൂടുതൽ പറയുന്നു? 82, 87 കാലത്ത് K. കരുണാകരന്റെ കാലത്ത് എത്ര അവിശ്വാസം കൊണ്ടുവന്നു? ഒരു ദിവസം രാത്രി ശിവൻ MMS അറിയാലോ, ഒരു അവിശ്വാസ പ്രമേയം ചർച്ച ചെയ്യുന്നതിന്റെ ആദ്യ ദിവസം കഴിഞ്ഞ് ആ ദിവസം രാത്രി MLA ക്വാർട്ടേഴ്സ് കേന്ദ്രീകരിച്ച് നടത്തിയ വൃത്തികെട്ട കാര്യങ്ങൾ, ജനപ്രതിനിധികളെ വിലക്കെടുക്കാൻ മോഡിക്ക് പ്രചോദനം നൽകിയതിന്റെ റിഹേഴ്സൽ ഈ കേരള നിയമസഭയ്ക്കകത്ത് നടന്നില്ലേ? K. കരുണാകരൻ സർക്കാരിനെതിരായിട്ടുള്ള അവിശ്വാസ പ്രമേയം വന്നപ്പോൾ അന്നത്തെ ഭരണകക്ഷി MLA-മാരുടെ വീടുകളിൽ, അല്ല അവര് MLA ക്വാർട്ടേഴ്സിലെ മുറികളിൽ എത്ര തവണ അന്ന് പ്രതിപക്ഷത്തിന്റെ ജനപ്രതിനിധി ഉൾപ്പെടെ കയറിയിറങ്ങി? ആ ചരിത്രമൊക്കെ ഇപ്പോഴത്തെ ആളുകൾക്ക് അറിയില്ല എന്നാണോ പിണറായിന്റെ ധാരണ? അന്ന് അതിനൊക്കെ അന്ന് കോടിയേരി ഉണ്ടല്ലോ, അധികം MLA അല്ലേ തലശ്ശേരിയുടെ 82, 87 കാലത്ത് MLA-മാരുടെ മുറികളിൽ രാത്രി കതകിന് തട്ടുവാനും രാത്രി 12 മണിക്കും 1 മണിക്കും എന്ത് വേണമെങ്കിലും ചെയ്യാം, നിങ്ങൾക്ക് എന്ത് വേണോ അത് തരാം, ഇനി സർക്കാർ താഴെ ഇറങ്ങി നാളെ LDF വരുമ്പോ നിങ്ങൾക്ക് എന്തൊക്കെ തരണം. അങ്ങനെയുള്ള നാണം കെട്ട എത്ര കഥകൾ അവിശ്വാസത്തിന്റെ തലേന്ന് ഇവിടെ നടന്നിട്ടുണ്ട്. R. ശങ്കരനെ താഴെ ഇറക്കാൻ നടത്തിയ ഗൂഢാലോചനകൾ, അതെല്ലാം ഇപ്പോഴത്തെ തലമുറയ്ക്ക് അറിഞ്ഞുകൂടാനാണ് വിചാരമെങ്കിൽ നിങ്ങൾ ഈ സ്വർണവും സ്വപ്നയായിട്ട് നടക്കുമ്പോ ഒരു അവിശ്വാസം ഞങ്ങൾ കൊണ്ടുവന്നതാണോ ഇത്ര വലിയ മഹാവിരാതം? പിന്നെ സ്പീക്കറുടെ കാര്യം, അത് പാവം എന്തായാല് വയറ്റുപഴപ്പല്ലേ. പിന്നെ എന്തിനാ അദ്ദേഹത്തിന് സ്പീക്കറാക്കി? എത്രയോ നല്ല മിടുക്കന്മാരുണ്ടായിരുന്നു പ്രതിപക്ഷത്ത്, അല്ല വല്ല ഭരണപക്ഷത്ത്. അവരൊക്കെ മാറ്റിയിട്ട് എന്തിനാ ശ്രീരാമകൃഷ്ണയാക്കിയത്? ഇങ്ങനത്തെ ഏർപ്പാട് ചെയ്യാന്നില്ല. ഞാൻ നിയമസഭയിലുള്ളപ്പോ നിയമസഭയിൽ സബ്മിഷൻ, ആദ്യത്തെ സബ്മിഷൻ ഇന്ത്യയാണ്. ആ സമയത്താണ് അന്നൊരു വിവാദമായിട്ടൊരു വിഷയം വന്നു, പ്രതിപക്ഷം വാക്കൗട്ട് നടന്നു. പ്രതിപക്ഷ നേതാവ് വാക്കൗട്ട് പ്രഖ്യാപിക്കുമ്പോൾ ഞാൻ കൂടെ ഇറങ്ങിപ്പോണ്ടേ, ഞാനും കൂടെ ഇറങ്ങിപ്പോയി. ഇറങ്ങിപ്പോയാൽ ഞാൻ തിരിച്ചു വന്നു. ഞാൻ സാർ എന്റെ സബ്മിഷൻ സമയം കഴിഞ്ഞു പോയി, വിളിച്ചപ്പോ സീറ്റിലില്ല. ഞാൻ സീറ്റിലില്ലാത്തതല്ല, വാക്കൗട്ടാണ്. വാക്കൗട്ട് നടത്തിയതിന്റെ പേരിൽ ഒരു MLA-ക്കുള്ള അവകാശം പോലും ഒന്നും ഇല്ലാതാക്കി. അന്നേ ഞാൻ പറഞ്ഞത് ചുവാവില്ലെന്നോ. ഇപ്പൊ കണ്ടില്ലേ, ചെയ്ത പ്രവർത്തനങ്ങളെ കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല. ഒന്ന് പോകാൻ പാടില്ലാത്ത സ്ഥലത്ത് പോയി, ദിവാരം പോലും പോകരുത് എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയി. വിളക്ക് കത്തിച്ച് ഷെയ്ക്കാൻ കൊടുത്തും പോട്ടെ, അത് കഴിഞ്ഞിട്ട് തട്ടും. നമ്മളൊക്കെ തട്ടിയാൽ കുഴപ്പമില്ല. തട്ടാൻ പാടില്ലാത്ത സ്ഥലങ്ങളിൽ തട്ടുന്ന ഏർപ്പാടൊക്കെ നല്ലതാണോ ഒരു സ്പീക്കറെ സംബന്ധിച്ച്, ഒരു ജനകീയ സഭയുടെ നായകനെ സംബന്ധിച്ച്? ഇങ്ങനെയൊക്കെ കാണിച്ചിട്ട് അങ്ങനെ ആളെ റിമൂവ് ചെയ്യണമെന്ന് പറഞ്ഞ തെറ്റാണോ? അതിനും കുറ്റം. പ്രതിപക്ഷം എന്ത് ചെയ്താലും കുറ്റം. പിന്നോടെ മുനീർ പറഞ്ഞ് അടിച്ചു മാറ്റുക. ഏതായാലും ഇവരെ എടുത്തു നിൽക്കുമ്പോൾ സൂക്ഷിക്കണം, പറ്റിയ അരിവസ്ത്രം പോലും അടിച്ചു മാറ്റും. അങ്ങനത്തെ വർഗങ്ങളാണ് ഇപ്പൊ കേരളം ഭരിച്ചത്. അതുകൊണ്ടാണ് പറയുന്നത് ഈ സർക്കാർ പോകണം. അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നു, ജനകീയ വിചാരണ നടത്തി. ഇന്ന് പ്രതിപക്ഷം ഇവിടെ KPC അധ്യക്ഷൻ ഉപവാസ സമരം നടത്തുന്നു. ഇതിലും വലിയ സമരങ്ങൾ വരാൻ പോകും. അപ്പൊ കോവിഡിന്റെ മറവിൽ സമരങ്ങൾ ഇല്ലാതാക്കാം എന്ന് പിണറായി വിജയൻ കരുതണ്ട. ഇനിയുള്ള ഓരോ ദിവസങ്ങളും അദ്ദേഹത്തിന് നിദ്രാവിഹീനങ്ങളായിരിക്കും എന്ന് മാത്രമേ ഞാൻ പറയുന്നു. UDF ഒറ്റക്കെട്ടായി നിൽക്കും, കോൺഗ്രസ് ഒറ്റക്കെട്ടായി നിൽക്കും. ശ്രീമതി സോണിയാഗാന്ധിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് ഇപ്പൊ ശക്തമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടു. മിനിഞ്ഞാന്ന് ശ്രീ സുധാകരൻ ഉൾപ്പെടെ ഞങ്ങൾ 13 കോൺഗ്രസ് MPമാർ
ശ്രീമതി സോണിയാഗാന്ധിക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട്, സോണിയാഗാന്ധിയുടെ നേതൃത്വം അംഗീകരിച്ചുകൊണ്ട്, ശ്രീമതി സോണിയാഗാന്ധി എടുക്കുന്ന ഏത് തീരുമാനവും അംഗീകരിക്കുമെന്ന് പറഞ്ഞ് ഞങ്ങൾ അവർക്ക് മിനിഞ്ഞാന്ന് തന്നെ 13 MP-മാർ ശ്രീ സുധാകരൻ ഉൾപ്പെടെ ഞങ്ങൾ സന്ദേശം അയച്ചിട്ടുണ്ട്. അടുത്ത AICC സമ്മേളനത്തിൽ ശ്രീ രാഹുൽ ഗാന്ധി പാർട്ടി നേതൃത്വം ഏറ്റെടുക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ആ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന UDF അടുത്ത തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ അധികാരത്തിൽ വരും. അതിനുവേണ്ടി ഒറ്റക്കെട്ടായി നമുക്ക് മുന്നോട്ട് പോകാം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് KPC അധ്യക്ഷൻ നടത്തുന്ന ഈ ഉപവാസ സമരത്തിന് കേരളത്തിലെ ജനങ്ങളുടെ മുഴുവൻ പിന്തുണയുണ്ടാകും എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമസ്കാരം. ചെറിയ ഒരു ചടങ്ങ് നടക്കുകയാണ്. എറണാകുളം ജില്ലയിൽ ആലുവ നിയോജക മണ്ഡലത്തിൽ ശ്രീമൂലനഗരം പഞ്ചായത്തിലെ 1-ാം വാർഡിൽ 2018 വെള്ളപ്പൊക്കത്തിൽ പൂർണ്ണമായും വീട് നഷ്ടപ്പെട്ട തലമുത വീട്ടിൽ ശ്രീ വിപിൻ ദാസ് യൂത്ത് കോൺഗ്രസിന്റെ ആലുവ ബ്ലോക്ക് സെക്രട്ടറിയാണ്. അദ്ദേഹത്തിന് കേരള സ്റ്റേറ്റ് പെൻഷനേഴ്സ് അസോസിയേഷൻ 6 ലക്ഷം രൂപ മുടക്കി KPCCയുടെ ഭവന നിർമ്മാണ പദ്ധതി അനുസരിച്ച് നൽകുന്ന അതിന്റെ താക്കോൽ ദാനം ഇന്നാണ് അതിന് പാലുകാച്ചൽ വെച്ചിരിക്കുന്നത്. ഹൗസ് വാമിംഗ് ഇന്നാണ്. ആ ചടങ്ങ് ഇവിടെ വെച്ച് ബഹുമാനായ താക്കോൽ നൽകിക്കൊണ്ട് ബഹുമാനായ KPCC പ്രസിഡന്റ് നിർവഹിക്കുകയാണ്. അത് കൈമാറുന്നതിന് പെൻഷൻ അസോസിയേഷന്റെ പ്രതിനിധിയെയും അത് ഏറ്റുവാങ്ങുന്നതിന് കുടുംബ അംഗത്തെയും ക്ഷണിക്കും. കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച കഴിഞ്ഞ പ്രളയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിർമ്മിക്കാനേറ്റ 1000 വീട് പദ്ധതിയുടെ ഭാഗമായി എറണാകുളത്തെ തിരുമൂല നഗരം പഞ്ചായത്തിൽ ശ്രീമൂല നഗരം പഞ്ചായത്തിൽ താമസിക്കുന്ന വിപിൻ ദാസ് എന്ന യൂത്ത് കോൺഗ്രസിന്റെ ആലുവ ബ്ലോക്ക് സെക്രട്ടറിക്കാണ് ഒരു വീട് കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചത്. പ്രളയത്തിൽ എല്ലാം നഷ്ടപ്പെട്ടു പോയ ഒരു കുടുംബമാണ് വിപിൻ ദാസിന്റെ. ജീവസന്ധാനത്തിന് വഴി കണ്ടെത്താൻ സാധിക്കാത്ത ഒരു ചെറുപ്പക്കാരൻ. അത് കണ്ടെത്തിക്കൊണ്ടാണ് കേരള പെൻഷനേഴ്സ് അസോസിയേഷൻ 6 വീടുകൾ നിർമ്മിച്ചു കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചത്. ഞാൻ കേരള പെൻഷനേഴ്സ് അസോസിയേഷനെ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുന്നു. അതിൻ്റെ ട്രഷറർ ശ്രീമാൻ ഉണ്ണിത്താൻ ഇവിടെ ആഗ്രഹമായിട്ടുണ്ട്. അദ്ദേഹത്തോട് പ്രത്യേകമായിട്ട് ഞാൻ എൻ്റെ അഭിനന്ദനം അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ്. 1000 വീട് പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ശ്രീമാൻ MM ഹസൻ അദ്ദേഹമാണ് വീടുകൾ നിർമ്മിച്ച് നൽകാമെന്ന് വാഗ്ദാനം നൽകിയത്. ഞാൻ KPCC അധ്യക്ഷനായ ശേഷം 500 വീടുകൾ തീർച്ചയായിട്ടും നിർമ്മിച്ചു കൊടുക്കുമെന്ന കാര്യം ഞാൻ ഉറപ്പ് നൽകിയിട്ടുണ്ട്. 500-ലേറെ വീടുകളുടെ നിർമ്മാണം പൂർത്തിയായിട്ടുണ്ട്. ഇത് സംബന്ധമായിട്ടുള്ള സകല രേഖയും ബഹുമാനപ്പെട്ട പത്രലേഖന്മാരുടെ മുമ്പൊക്കെ വെച്ചുകൊണ്ട് കേരളീയ പൊതുസമൂഹത്തെ അത് ദിവസങ്ങൾക്കുൾ തന്നെ ഞങ്ങൾ അറിയിക്കുന്ന കാര്യം ഞാൻ ഈ സന്ദർഭത്തിൽ നിങ്ങളെല്ലാം തന്നെ ബോധ്യപ്പെടുത്തുകയാണ്. മറ്റു കാര്യങ്ങളെക്കുറിച്ചൊന്നും ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കില്ല. വളരെയേറെ പ്രയാസപ്പെടുന്ന നമ്മുടെ സഹോദരന്മാരെ സഹായിക്കാൻ വേണ്ടി ധാരാളം സംഘടനകൾ മുന്നോട്ട് വന്നിട്ടുണ്ട്. വ്യക്തികളും സ്ഥാപനങ്ങളും മുന്നോട്ട് വന്നിട്ടുണ്ട്. അവരെല്ലാം കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി അഭിവാദനം അർപ്പിക്കുന്നു. അതോടൊപ്പം വിപിൻ ദാസിന്റെ കുടുംബത്തിന് സകല ഐശ്വര്യം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമസ്കാരം. ജയ് ഹിന്ദ്. പ്രിയപ്പെട്ട ശ്രീമാൻ ഉമ്മൻ ചാണ്ടി മുൻ മുഖ്യമന്ത്രി, അദ്ദേഹമാണ് വീട്ടിന്റെ താക്കോൽ ദാനം നിർവഹിക്കുന്നതിന് മുമ്പ് അതുമായി ബന്ധപ്പെട്ടുള്ള ചടങ്ങുകളിൽ സംബന്ധിക്കാൻ വേണ്ടി അവിടെ എത്തിയത്. അദ്ദേഹത്തിന്റെ അഭാവത്തിൽ ഞാൻ ഈ ചടങ്ങിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കുന്നു. ആ വീട് ആ കുടുംബത്തിന് കൈമാറിയതായിട്ട് അറിയിക്കുന്നു. നമസ്കാരം. ജയ് ഹിന്ദ്.
ഈ അഭിവാദ്യം അർപ്പിച്ച എല്ലാവർക്കും പ്രത്യുപാദ്യം അർപ്പിക്കുന്നു. അഭിവാദ്യം അർപ്പിച്ചു കഴിഞ്ഞ ആളുകൾ എല്ലാവരും പിരിഞ്ഞു പോകണം. ഇതിനകത്ത് ആൾക്കൂട്ടം ഉണ്ടാകരുത്. അഭിവാദ്യം അർപ്പിച്ചു കഴിഞ്ഞവർ ദയവ് ചെയ്ത് ഈ കോമ്പൗണ്ട് വിട്ടു പോകണം. പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ട് വേണം ഇതിനകത്ത് പങ്കെടുക്കാൻ. അകലം പാലിച്ച് ഇവിടെ നിൽക്കുന്നവർ അകലം പാലിച്ച് നിൽക്കുകയും അഭിവാദ്യം അർപ്പിച്ചവർ ഇവിടെ നിന്ന് പോകണം എന്ന് അഭ്യർത്ഥിക്കുന്നു. ആ വാതിലിൻ്റെ അവിടെ ഇങ്ങനെ കൂടി നിൽക്കരുത് എന്ന് അഭ്യർത്ഥിക്കുന്നു. ദയവ് ചെയ്ത് എല്ലാവരും സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അടുത്ത നിങ്ങളോട് സംസാരിക്കുവാൻ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ മുൻ അധ്യക്ഷൻ ശ്രീ M.M. ഹസൻ അവരുടെ ക്ഷണിക്കുന്നു. ബഹുമാന്യനായ KPCC അധ്യക്ഷൻ ശ്രീ മുല്ലപ്പള്ളി രാമചന്ദ്രൻ, വർക്കിംഗ് പ്രസിഡന്റ് ശ്രീ K. സുധാകരൻ, മുൻ പ്രസിഡന്റ് ശ്രീ മുരളീധരൻ MP, MLA-മാരായ ശ്രീ P.T. തോമസ്, ശ്രീ സണ്ണി ജോസഫ്, കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രിയപ്പെട്ട ഭാരവാഹികളെ, സഹപ്രവർത്തകരെ, സഹോദരിമാരെ, സുഹൃത്തുക്കളെ, മുഖ്യമന്ത്രി രാജിവെക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് KPCC പ്രസിഡന്റ് ശ്രീ മുല്ലപ്പള്ളി രാമചന്ദ്രൻ നടത്തുന്ന ഈ ഏകദിന ഉപവാസത്തിന് ഞാൻ അഭിവാദ്യങ്ങൾ അർപ്പിക്കും. പ്രതിപക്ഷ നേതാവ് ഇവിടെ പ്രഖ്യാപിച്ചതുപോലെ മുഖ്യമന്ത്രിയുടെ രാജിക്ക് വേണ്ടി ഈ സർക്കാരിന്റെ അഴിമതികൾ അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് KPCC നടത്തുന്ന സമര പരമ്പരയുടെ 4ാം ഘട്ടത്തിൽ നടത്തുന്ന ഈ സമരം പിണറായി സർക്കാരിനെ അധികാരത്തിൽ നിന്ന് പുറത്താക്കാനുള്ള അന്തിമ സമരത്തിനാണ് ഇന്ന് ഈ ഏകദിന ഉപവാസത്തിലൂടെ തുടക്കം കുറിക്കുന്നത്. ഇന്നലെ നിയമസഭയിൽ അവിശ്വാസ പ്രമേയം പരാജയപ്പെട്ടു. പരാജയം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് മുരളി പറഞ്ഞതുപോലെ ഈ സർക്കാരിനെതിരായി മുഖ്യമന്ത്രിയുടെ ഭാഷയിൽ എണ്ണി ആരോപണങ്ങൾ പറയാൻ അവിശ്വാസ പ്രമേയം അവതരിപ്പിച്ചു. സാങ്കേതികമായി ഈ അവിശ്വാസം പരാജയപ്പെട്ടെങ്കിലും യഥാർത്ഥത്തിൽ ഈ അവിശ്വാസ പ്രമേയത്തിന്റെ വോട്ടെടുപ്പ് നടക്കാൻ പോകുന്നതേ ഉള്ളൂ. 250 ദിവസം കഴിഞ്ഞാൽ ഈ അവിശ്വാസ പ്രമേയത്തിന്റെ വോട്ടെടുപ്പ് ജനകീയ കോടതിയിൽ നടക്കുമ്പോൾ എത്ര ഭൂരിപക്ഷത്തോടു കൂടിയാണ് ഈ ഗവൺമെന്റിനെ ചവിട്ടി പുറത്താക്കാനുള്ള ആ പ്രമേയത്തിന് ജനങ്ങൾ അംഗീകാരം കൊടുക്കാൻ പോകുന്നത് നാം കാണാൻ പോവുകയാണ്. പ്രതിപക്ഷ നേതാവ് ഇവിടെ പറഞ്ഞല്ലോ, ഒരു അവിശ്വാസ പ്രമേയ ചർച്ചയിൽ പാലിക്കേണ്ട മര്യാദകൾ മുഖ്യമന്ത്രി പാലിച്ചില്ല. അതെല്ലാം പോട്ടെ, 4.5 കൊല്ലക്കാലമായി ഈ ഗവൺമെന്റ് നടത്തിയ അഴിമതികൾ, ആ പരമ്പര അക്കമിട്ടാണ് പ്രതിപക്ഷ നേതാക്കന്മാർ ഇന്നലെ നിയമസഭയിൽ പറഞ്ഞത്, എഴുതി കൊടുത്തതാണ്. ആ അഴിമതി ആരോപണങ്ങൾക്ക് ഒന്നിനെങ്കിലും മറുപടി പറഞ്ഞു. നിയമസഭാ നടപടിക്രമങ്ങൾ അനുസരിച്ച് അഴിമതി ആരോപണം എഴുതി കൊടുത്താൽ മന്ത്രിമാരും മുഖ്യമന്ത്രിയും ഒക്കെ ആ അഴിമതി നിഷേധിക്കും, സഭയിൽ നിഷേധിക്കണം. അതിനു ശേഷമായിരിക്കും മറുപടി പറയുന്നത്. ഇവിടെ പ്രതിപക്ഷ നേതാവും മറ്റുള്ളവരും ഉന്നയിച്ച ആരോപണങ്ങളെല്ലാം നിയമസഭയിൽ മറുപടി പറയാതെ, അത് നിഷേധിക്കാതെ ആ നിയമസഭയുടെ രേഖകളിൽ കിടക്കുകയാണ്. അഴിമതി ആരോപണങ്ങൾ അനാഥ പ്രേതങ്ങളായി ഈ നിയമസഭയുടെ അന്തരീക്ഷത്തിൽ അലഞ്ഞു തിരിയാൻ പോവുകയാണ്. പക്ഷെ ആ അഴിമതി ആരോപണങ്ങളുടെ നിജസ്ഥിതി ജനങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ആ അഴിമതി ആരോപണങ്ങൾക്ക് നിഷേധിക്കാൻ കഴിയാത്തതിന് കാരണം എന്താ? അത് ജനങ്ങൾ വിശ്വസിക്കാത്ത നിഷേധമായിരിക്കും എന്ന് നല്ലവണ്ണം അറിയാവുന്നത് കൊണ്ടാണ്. ഇപ്പോ ആ ജനങ്ങൾ അവിശ്വാസം രേഖപ്പെടുത്താൻ, ജനങ്ങളുടെ വിശ്വാസം നഷ്ടപ്പെട്ട ഒരു സർക്കാർ. ഇപ്പോ നമ്മുടെ പ്രസിഡന്റ് ഇവിടെ പറഞ്ഞല്ലോ, പെരിയ കേസിൽ കോടതിയുടെ ഈ സിംഗിൾ ബെഞ്ച് കോടതി അപ്പീൽ തള്ളിക്കൊണ്ടാണ് തീരുമാനം വന്നിരിക്കുന്നത്. സർക്കാർ ഇത് CBIക്ക് വിടരുത്, ഇത് ഞങ്ങൾ അന്വേഷിച്ച് കേരളത്തിലെ പോലീസ് ക്രൈംബ്രാഞ്ച് അന്വേഷിച്ച് യഥാർത്ഥ കുറ്റവാളികളെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരും, അതുകൊണ്ട് CBIക്ക് വിടേണ്ടതില്ല എന്നല്ലേ സർക്കാർ വാദിച്ചത്. ആ അപ്പീൽ തള്ളിക്കൊണ്ടാണ്
CBIക്ക് വിടാൻ തീരുമാനിച്ചത്. അതായത് സർക്കാരിനെ അത്യുന്നത കോടതിയായ ഹൈക്കോടതിക്ക് വിശ്വാസമില്ല. ഹൈക്കോടതിയുടെ അവിശ്വാസ പ്രകടനമാണ് ഈ വിധി എന്ന് പറഞ്ഞാൽ ഗവൺമെന്റിന് നിഷേധിക്കാൻ കഴിയുമോ? സർക്കാർ പറഞ്ഞത് വിശ്വസിക്കാതെ CBIക്ക് വിടാനുള്ള തീരുമാനം സർക്കാരിനോടുള്ള അവരുടെ വിശ്വാസത്തിന് പൂർണ്ണമായും അത് തള്ളിക്കളഞ്ഞുകൊണ്ടുള്ളതാണ്. അതുകൊണ്ട് ജുഡീഷ്യറി നിയമസഭാ വിശ്വാസ പ്രമേയം തള്ളിക്കളഞ്ഞു. തീർച്ചയായിട്ടും ജനങ്ങളുടെ വിശ്വാസം അത് അവർ പ്രകടിപ്പിക്കുന്ന ജനവിധി വരാൻ പോകുന്നു. കോടതി പോലും ഈ സർക്കാരിനോട് അവിശ്വാസം രേഖപ്പെടുത്തി. അഴിമതി ആരോപണങ്ങൾ പറയുമ്പോൾ ഇവിടെ ഇപ്പോ അടുത്ത കാലത്ത് ഈ സ്വപ്നയും സ്വർണവും മാത്രമല്ലല്ലോ, എത്ര അഴിമതി ആരോപണങ്ങൾ പറഞ്ഞു. ഒന്നിനെങ്കിലും മറുപടി പറഞ്ഞു. കൈ കൊടുത്താണ്. അഴിമതി ആരോപണങ്ങൾ, എന്തൊക്കെ പേരിലാണ് അഴിമതി ആരോപണങ്ങൾ ഉണ്ടായത്? മോഡിയുടെ സർക്കാർ ആകാശവും ഭൂമിയും വിറ്റ് കാശാക്കി അഴിമതി നടത്തി. ഇവിടെയോ ലോകം വിറ്റ് കാശാക്കി. ആലോചിച്ചു നോക്കി. ഇന്നലെ മുനീർ അവതരിപ്പിച്ചത് എന്താ? കൊറോണ രോഗത്തെ പ്രതിരോധിക്കാനുള്ള ഉപകരണങ്ങൾ വാങ്ങിയത്, അതിൽ അഴിമതി. രോഗം വിറ്റ് കാശാക്കിയ ഒരു ഗവൺമെന്റ് വിറ്റ് കാശാക്കുക എന്നുള്ളത് സ്പ്രിംഗ്ലർ അഴിമതി അതല്ലായിരുന്നില്ലേ? ഈ രോഗികളെ ശുശ്രൂഷിക്കുന്നതിന് ഉപകരണങ്ങൾ വാങ്ങുന്നതിന് അഴിമതി നടത്തി എന്ന് പറയുമ്പോൾ സത്യത്തിൽ ഈ സർക്കാരിന് എത്രമാത്രം ശക്തമായിട്ട് അവിശ്വാസം കൊണ്ടല്ല, ജനങ്ങൾ ആ സർക്കാരിനെ ചവിട്ടി പുറത്താക്കാനാണ് ജനങ്ങൾ മുമ്പോട്ട് വരേണ്ടത്. അത് സ്പ്രിംഗ്ലർ അഴിമതിയെ കുറിച്ച് ഒരക്ഷരം പറഞ്ഞില്ല എന്ന് പ്രതിപക്ഷ നേതാവ് ഇവിടെ പറഞ്ഞു. ഇപ്പോ ഈ ഡിജിറ്റൽ യുഗത്തിൽ എന്തെല്ലാം നൂതനമായ കണ്ടുപിടുത്തങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഡാറ്റ കച്ചവടത്തിനല്ലേ സ്പ്രിംഗ്ലറുകാരെ ഏർപ്പാട് ചെയ്യുന്നത്. നമ്മൾ അടുത്ത ദിവസം പത്രത്തിൽ വായിച്ചതെന്താ? ഒരു മലയാളി ചേർത്തലയിൽ
ഈ സൂമിന് പകരം ഗൂഗിളിന് പകരം ഒരു കോൺഫറൻസിന് അത് പുതിയ ആപ്പ് കണ്ടുപിടിച്ചു. ഈ കേന്ദ്ര ഗവൺമെന്റിന്റെ ഇന്നോവേഷൻ പ്രോജക്ട് അനുസരിച്ച് 1 കോടി രൂപയുടെ സമ്മാനം കരസ്ഥമാക്കി. നമ്മുടെ ഈ കേരളത്തിൽ, ഇന്ത്യയിൽ എത്ര IT ഫേമുകളുണ്ട്. ഇതുപോലുള്ള സ്പ്രിംഗ്ലർ പോലെ എത്രമാത്രം ഡാറ്റ ഉണ്ടാക്കാൻ. അവർക്കൊന്നും കൊടുക്കാതെ അമേരിക്കയിലെ കുത്തക കമ്പനിക്ക് കൊടുത്തത് എങ്ങനെയാണ്? അതിൽ നിന്ന് പണം ഉണ്ടാക്കാൻ. ആർക്ക്? മുഖ്യമന്ത്രിയുടെ ബന്ധുക്കൾക്ക് പങ്കാളിത്തമുള്ള IT വ്യവസായത്തിന് അഡ്മിഷൻ അടിക്കാനല്ലേ ഈ ശിവശങ്കരനെ ഇടനിലക്കാരനാക്കി സ്പ്രിംഗ്ലർ അഴിമതി നടത്തിയത്? അതിനെന്താ മുഖ്യമന്ത്രി മറുപടി പറയാത്തത്? അതുപോലെ ഓരോ കാര്യത്തിലും അങ്ങനെ അഴിമതി നടത്തിയ ഈ സർക്കാരിന് അഴിമതി നിഷേധിക്കില്ല എന്നുള്ളത് ഞാൻ വിചാരിച്ചു മാധ്യമങ്ങൾ തീർച്ചയായിട്ടും അത് എഴുതും, അത് കാണുമെന്ന്. ഒരു മാധ്യമം പറഞ്ഞത് ലൈഫ് ഇതിനെക്കുറിച്ചുള്ള ആരോപണം ശക്തമായിട്ട് പ്രതിപക്ഷം ഉന്നയിച്ചോ എന്ന സംശയം പ്രകടിപ്പിച്ചു. പക്ഷെ നിയമസഭയുടെ ചരിത്രത്തിൽ എഴുതിക്കൊടുത്ത ആരോപണങ്ങൾ നിഷേധിക്കാനും മറുപടി പറയാത്ത ആദ്യത്തെ അവിശ്വാസ പ്രമേയമായിരിക്കും. അവിശ്വാസ പ്രമേയത്തിന്റെ അവസാനം 3-3.25 മണിക്കൂർ പ്രസംഗിച്ച മുഖ്യമന്ത്രി സാധാരണ അവിശ്വാസ പ്രമേയ ചർച്ചകളിൽ, പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പിന് അധികകാലം ഇല്ലാത്ത അവസരത്തിൽ നടന്ന അവിശ്വാസ പ്രമേയ ചർച്ചകളിൽ ഞാൻ നിയമസഭാ അംഗമായിരുന്നപ്പോൾ കണ്ട ഒരു കാര്യമുണ്ടായി. അവസാനം മുഖ്യമന്ത്രി ആരോപണം ഉന്നയിച്ച അവിശ്വാസം കൊണ്ടുവന്ന് പ്രതിപക്ഷത്തെ വെല്ലുവിളിക്കും. കാരണം 6 മാസം 9 മാസം കഴിഞ്ഞുള്ള തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുക. മുഖ്യമന്ത്രി വെല്ലുവിളിച്ചോ? നമുക്ക് കുരുക്ഷേത്രത്തിൽ വെച്ച് കാണാം എന്ന് പല മുഖ്യമന്ത്രിമാരും അവിശ്വാസ പ്രമേയത്തിന്റെ ആ അവസാന ചർച്ചയിൽ പ്രസംഗിക്കുമ്പോൾ പറഞ്ഞത് നമ്മൾ വായിച്ചിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. പിണറായി വിജയനിൽ നിന്ന് അങ്ങനെ ഒരു വെല്ലുവിളി ഉണ്ടായില്ല. കാരണം ആത്മവിശ്വാസമില്ലാത്ത മുഖ്യമന്ത്രി, വിജയൻ എന്ന പേര് മാത്രമേ ഉള്ളൂ. പരാജിതനായ പിണറായി വിജയന് അങ്ങനെ ഒരു വെല്ലുവിളി നടത്താനുള്ള ആത്മവിശ്വാസമില്ലായിരുന്നു. അതിനർത്ഥം ഈ അഴിമതി ആരോപണങ്ങളെല്ലാം അടിസ്ഥാനമുള്ളതാണ്. അത് നിഷേധിക്കാൻ പോലും കഴിയാതെ. അതാ ഞാൻ പറഞ്ഞത്, ഈ അഴിമതി ആരോപണങ്ങൾ നിയമസഭയുടെ അന്തരീക്ഷത്തിൽ PT തോമസ് ഉൾപ്പെടെയുള്ളവർ അഗാധ പ്രേതങ്ങളായി ഈ അരഞ്ഞു തിരിയുന്ന ഒരവസ്ഥയാണ് ഇവരുണ്ടാക്കിയത്. ഇത് ജനങ്ങളുടെ മുമ്പിലേക്ക് പോകണം, കൊണ്ടുപോകും നമ്മൾ. അതിന്റെ തുടക്കമാണ് KPCC പ്രസിഡന്റ് നടത്തുന്ന ഈ ഏകദിന ഉപവാസം. അതിന് തുടക്കമാണ്. മന്ത്രി ജലീലിനെ കുറിച്ച് അദ്ദേഹം ക്വാറന്റൈനിലായി പോയതുകൊണ്ട് നിഷേധിച്ചില്ല. മുനീർ ഇവിടെ പറഞ്ഞൊരു കാര്യം, മന്ത്രി ഇത് എംബസിയിൽ അവിടെ ഈ കൗൺസിലേറ്റിൽ നിന്ന് വാങ്ങിക്കൊണ്ടുപോയത് അദ്ദേഹത്തിന്റെ കിറ്റുകൾ മുഴുവൻ വിശുദ്ധ ഖുർആനായിരുന്നു എന്നാണ്. എനിക്ക് അത്ഭുതം തോന്നി. കാരണം UAE പോലുള്ള ഒരു രാജ്യം ഒരിക്കലും ആർക്ക് ഖുർആൻ വിതരണം നടത്തിയത് ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. സൗദി അറേബ്യയില് ഹജ്ജിന് പോകുമ്പോൾ ആളുകൾക്ക് ഖുർആൻ പാരിതോഷികമായി കൊടുക്കും. അത് ഏറ്റവും രസകരമായിട്ടുള്ളത്, അവർക്ക് പോലും ഗൾഫ് രാജ്യങ്ങളിൽ പോലും ഖുർആൻ അച്ചടിച്ചു കൊടുക്കുന്നത് കേരളത്തിൽ നിന്നാണ്. തിരൂരങ്ങാടിയിലെ CH പ്രസ് വളരെ പുരാതനമായ പ്രസ്സാണ്. ഏറ്റവും നല്ല മനോഹരമായ ഖുർആൻ പബ്ലിഷ് ചെയ്യുന്ന കമ്പനിയാണ്. തിരൂരങ്ങാടി ആന്റണി ഇലക്ഷന് മത്സരിക്കുമ്പോൾ ഞങ്ങളെല്ലാവരും അവിടെ പോയി കണ്ടു. എത്ര വലിയ സംവിധാനമാണെന്ന് അറിയാമോ? അവർ തന്നെ അന്ന് പറഞ്ഞു. ഞാനും ഉമ്മൻചാണ്ടിയും ഒക്കെ അവിടെ നടന്ന UDF യോഗത്തിന് പോയപ്പോൾ അദ്ദേഹത്തിന്റെ മകൻ, അദ്ദേഹം മരിച്ചുപോയി, അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾക്ക് ഓരോ വർഷവും ലക്ഷക്കണക്കിന് ഖുർആന്റെ കോപ്പികളാണ് ഗൾഫ് രാജ്യങ്ങളിലേക്ക് ഞങ്ങൾ കയറ്റിയിട്ടുള്ളത്. അങ്ങനെയുള്ളൊരു കേരളത്തിൽ 4-5 പള്ളികൾക്ക് ഖുർആൻ സപ്ലൈ ചെയ്യാൻ ഒരു മന്ത്രി, അതും വലിയ മതേതരത്വം പറയുന്നതാണ്. ആരോ താരൽ ചർച്ചയിൽ ചോദിച്ചു, ഖുർആൻ ഇദ്ദേഹം എംബസി വഴി വാങ്ങിക്കൊടുത്തെങ്കിൽ ദേവസ്വം മന്ത്രി കൊളകപ്പള്ളി സുരേന്ദ്രൻ രാമായണ മാസത്തിൽ എന്താ എല്ലാ അമ്പലങ്ങൾക്കും ഓരോ രാമായണം കൊടുക്കട്ടെ, അത് കൊടുക്കണ്ടേ? ഇത് ഖുർആനെ പോലും ഈ കള്ളക്കടത്തിന്, ഈ വിശുദ്ധ ഗ്രന്ഥത്തെ മറയാക്കിയ ഈ ജലീലിനെ പോലുള്ള ആളുകളെ ചാട്ടവാറ് കൊണ്ടടിക്കട്ടെ. കാരണം മതവിശ്വാസത്തിന്റെ പേരിൽ ഈ അഴിമതി നടത്തുമ്പോൾ അതിനെതിരായി സത്യത്തിൽ യന്ത്രം അന്വേഷിക്കാൻ പോവുകയാണ്. ഇതെല്ലാം അങ്ങനെയുള്ള ഒരു അവസ്ഥയാണ് ഈ മന്ത്രിമാരുടെ പേരിലുള്ളത്. അതൊന്നും മുഖ്യമന്ത്രി നിഷേധിച്ചില്ലല്ലോ. മുഖ്യമന്ത്രി ഇന്നലെ പറഞ്ഞു, ജമാഅത്തെ ഇസ്ലാമിയും മുസ്ലിം ലീഗും തമ്മിൽ ബന്ധം, കോൺഗ്രസും BJPയും തമ്മിലുള്ള പുതിയ കണ്ടുപിടുത്തമാണ്.
അതൊക്കെയാണ് ഇന്നലെ സത്യത്തിൽ മൈതാന പ്രസംഗമെന്നല്ല മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തെ പറയേണ്ടത്. കാളമൂത്രം പോലെ 3.25 മണിക്കൂർ സംസാരിച്ചിട്ട് അഴിമതി ആരോപണങ്ങൾ നിഷേധിക്കാത്ത മുഖ്യമന്ത്രി യഥാർത്ഥത്തിൽ ഈ അവിശ്വാസ പ്രമേയത്തിന്റെ പ്രസക്തിയും പ്രാധാന്യവും ജനങ്ങൾക്ക് ബോധ്യമാകുന്ന രൂപത്തിലാണ് മറുപടി പറഞ്ഞത്. അതുകൊണ്ട് കോൺഗ്രസും UDF-ഉം അടങ്ങിയിരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അതിന്റെ മുന്നറിയിപ്പാണ് ശ്രീ മുല്ലപ്പള്ളി KPCC പ്രസിഡന്റ് ഇന്ന് നടത്തുന്ന ഈ ഏകദിന ഉപവാസം. ഇനി വരാൻ പോകുന്ന നാളുകൾ സമരത്തിന്റെ ജ്വാലകൾ ആളിക്കത്തുന്ന ദിവസങ്ങളായി. ജനകീയ പ്രക്ഷോഭം എന്നത് ജനങ്ങൾ വലിയ കൂട്ടത്തോടുകൂടി നടത്തുന്ന ജനകീയ പ്രക്ഷോഭങ്ങളല്ല ഈ കാലഘട്ടത്തിലുള്ളത്. ഇത് സത്യത്തിൽ ഈ ഉമിറ്റി പോലെ നീറിക്കൊണ്ടിരിക്കും ജനരോഷം. ആ ഉമിറ്റി പോലെ നീറുന്ന ജനരോഷം കത്തിക്കുന്നതിൽ KPCC-യും UDF-ഉം നേതൃത്വം നൽകാൻ പോവുകയാണ്. ഈ അവിശ്വാസ പ്രമേയം പരാജയപ്പെട്ടെങ്കിലും ജനങ്ങൾ ഈ സർക്കാരിൽ അവിശ്വാസം രേഖപ്പെടുത്തുന്ന നാളുകൾ അത് ആണ് വ്യവസ്ഥാപിതമായിട്ടുള്ള ഈ സർക്കാരിനെ പുറത്താക്കാനുള്ള പോരാട്ടത്തിന്റെ തുടക്കമാണ്. ഈ തുടക്കത്തിന് നേതൃത്വം നൽകിയ KPCC-യുടെ അധ്യക്ഷനെ ഞാൻ ഒരിക്കൽ കൂടി അഭിനന്ദിച്ചുകൊണ്ട് അഭിവാദ്യം ചെയ്തുകൊണ്ട് എന്റെ വാക്കുകൾ ചുരുക്കുന്നു. ജയ് ഹിന്ദ്. പാലയിൽ നിന്നും എത്തിച്ചേർന്ന ഫ്ലവർ മെർച്ചൻസ് അസോസിയേഷൻ അവർ അതിന്റെ നിവേദനം പെട്ടെന്ന് പ്രസിഡന്റ് സമർപ്പിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു. അടുത്തായി സേവാദളിന്റെ വോളണ്ടിയർമാർ പ്രസിഡന്റ് ഒരു അഭിവാദ്യം സല്യൂട്ട് ചെയ്തുകൊണ്ട് ഒരു അഭിവാദ്യം അർപ്പിക്കുന്നു. വേഗം ചേട്ടാ ഇതുവരെ ഇവിടെ വന്നിട്ടില്ല. ഇവിടെ വന്നു കഴിഞ്ഞാൽ അങ്ങനെ അക്സെപ്റ്റ് ചെയ്യും. ഇല്ല ഇതുവരെ കയറിയിട്ടില്ല. ഞാൻ ഇതുവരെ കയറിയിട്ടില്ല. ഇവിടെ ഏതിനെങ്കിലാ ഒന്ന് ഇത് ചെയ്യുന്നത് ഉണ്ട്. കട്ട് ചെയ്യണോ? ജയ്ഹിന്ദേ അവർ മറ്റേ പെരിയ വിഷയമാകുമ്പോൾ പലരുടെയും ബൈക്കുമായിട്ട് അവർ പോകുന്നുണ്ട്.
അപ്പോൾ കണ്ടിന്യൂസ് കിട്ടത്തില്ല. അതാ ഇവിടെ കൊണ്ടുവന്നു ഇത് കട്ട് ചെയ്യട്ടെങ്കിൽ